ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ പാസ്റ്റ്, ക്യൂൻ ഓഫ് വാണ്ട്സ്, പ്രസൻറ്റ്, ദ ഹെറഫൻറ്റ്, ഫ്യൂച്ചർ, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം വന്നിരിക്കുന്ന 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പാസ്റ്റ് ക്യൂൻ ഓഫ് വാണ്ട്സ് എനർജി ആയിരുന്നു. ആ വ്യക്തി ഫസ്റ്റിലെല്ലാം വളരെ ഒരു കെയറിങ് നേച്ചറായിരുന്നു, വളരെ സ്നേഹമായിരുന്നു, നിങ്ങളോട് ഒത്തിരിക്കാനും നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങളെ കാണാനും ഒക്കെ ഒത്തിരി ആഗ്രഹിച്ച് ഓടി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. പതിയെ പതിയെ ആ വ്യക്തി എന്തായെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സംസാരിക്കുന്നത് കേൾക്കുകയും നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ എന്തെങ്കിലും ഗോസിപ്പ് പറഞ്ഞാൽ അത് കേട്ടിട്ട് നിങ്ങളോട് പ്രവർത്തിക്കുകയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും മറ്റുള്ള ചില വ്യക്തികളിലും അട്രാക്റ്റ് ആവുകയും ചെയ്തു. പതിയെ പതിയെ ആ വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. നിങ്ങൾ തമ്മിൽ ഒന്നായിട്ടിരിക്കുന്ന സമയത്തും ആ വ്യക്തിയുടെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. ആ വ്യക്തിയുടെ സന്തോഷവും സുഖവും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഒത്തൊരുമയായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ഇൻറ്റിമേറ്റായിട്ടും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത്, അതായത് പരസ്പരം റൊമാൻറ്റിക്കായിട്ട് വളരെ അത്രയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരാണെന്ന് പറഞ്ഞ് മൊത്തം നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരുന്നപ്പോൾ ആ വ്യക്തിയുടെ കാര്യവും ആ വ്യക്തിയുടെ സുഖവും മാത്രം നോക്കി ജീവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചു. ആ വ്യക്തി നിങ്ങളുടെ ഇമോഷൻസിനെയോ നിങ്ങളുടെ ഫീലിങ്സിനെയോ ഇല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളെയോ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നതോ ഇല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ വ്യക്തിയോട് പറയുന്നത് അത് കേൾക്കാനോ ആ വ്യക്തി തയ്യാറല്ലായിരുന്നു. ആ വ്യക്തിക്ക് എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം അങ്ങനെയായിരുന്നു ആ വ്യക്തി. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഇരിക്കുന്നതും ആ വ്യക്തിയോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങളും ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുമാണ് സുഖവും സന്തോഷവും എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു. ആ വ്യക്തിയുടെ നേച്ചർ എന്തായിരുന്നെന്ന് വെച്ചാൽ ആ വ്യക്തിയോട് ആരും ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ഇതായിരുന്നു ആ വ്യക്തിയുടെ പാസ്റ്റ്. അതേ ആ വ്യക്തി കുറേ പാഠങ്ങൾ ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ആ വ്യക്തിയുടെ ചിന്താഗതികളും തീരുമാനങ്ങളും ആ വ്യക്തിയുടെ പ്രവൃത്തികളുമെല്ലാം തെറ്റായിരുന്നു എന്ന് ആ വ്യക്തിക്ക് തെളിയിച്ചു കൊടുക്കുന്ന കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി കരുതിയിരുന്നതല്ല സത്യം, ആ വ്യക്തിയുടെ ഇതുവരെയുള്ള പ്രവൃത്തികളെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്താണെന്നൊക്കെ, നിങ്ങളോടൊപ്പമുള്ള ജീവിതം എന്താണ്, നിങ്ങളോടൊപ്പം വരുമ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു ഹീലിംഗ്, സന്തോഷം, പോസിറ്റിവിറ്റി എന്തൊക്കെയായിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ വ്യക്തി നടന്നു വന്ന വഴികളെല്ലാം തെറ്റായിരുന്നു എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ബോധം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ കുറച്ച് സ്പിരിച്വലി, അതായത് തന്നെ ഉയർത്താനും തൻ്റെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെസൺ പഠിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകുന്ന സമയമാണ്. കുറച്ച് പേരൊക്കെ പോകുന്ന സമയമാണ്, കുറച്ച് പേര് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. ആ വ്യക്തിയുടെ ആ സ്വന്തം കാര്യം, സ്വന്തം സുഖം മാത്രം നോക്കി നിന്ന ക്യാരക്ടർ കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്കിടയിൽ കുറേ പേർക്കെങ്കിലും ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം, ഒരു എൻഡിങ് വന്നിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ കുറച്ച് അകൽച്ച, ആ ഒരു ബോണ്ട് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവാം, പക്ഷേ ആ ഒരു പഴയ ബോണ്ടോ ആ സ്നേഹമോ ഇപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരൊരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നായിട്ട് പരസ്പരം ഒത്തൊരുമയായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് ചെയ്ത് ഈ സമൂഹത്തിന് മുന്നിൽ തന്നെ വളരെ എല്ലാവരും ജീവിക്കുന്ന പോലെ വളരെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ജീവിക്കണം എന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു സെപ്പറേഷൻ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം ഒന്നായിട്ടിരിക്കുന്നതായിട്ട് ആ വ്യക്തി വിഷ്വലൈസ് ചെയ്യുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രപഞ്ചത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ബോട്ടത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ കുറേ ഇങ്ങനെ പ്രശ്നങ്ങളിലും നിങ്ങൾ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്ത് വീണ്ടും 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 ആ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ കുറേ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആ വ്യക്തി എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രയോജനം ഇല്ലെന്നാണ് ആ വ്യക്തിക്ക് തോന്നുന്നത്. കാരണം ആ വ്യക്തി പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി പല എഫേർട്ട് ഇട്ടിട്ടും ആ വ്യക്തിക്ക് ഒരു പ്രയോജനം കാണുന്നില്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരു ചെറിയ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.